നമസ്കാരം. ഇത് വി വേണുഗോപാൽ, കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം. തലസ്ഥാന നഗരം BJP CPM പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടത്തെ തുടർന്ന് വ്യാപകമായ അക്രമത്തെ തുടർന്ന് 3 ദിവസത്തെ നിരോധന ആജ്ഞയുടെ കീഴിലാണ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ കൈവിട്ട PU ചിത്ര എന്ന ചുണക്കുട്ടിക്ക് ഹൈക്കോടതി തുണയായതാണ് മറ്റൊരു പ്രധാന വാർത്ത. ചിത്രയ്ക്ക് കേരളീയ പൊതുസമൂഹം നേരത്തെ തന്നെ വൈകാരികമായ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നതാണ്. മറ്റൊന്ന്, അന്തർദേശീയ തലത്തിൽ പാകിസ്ഥാനിൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് നവാസ് ഷെരീഫിന് പ്രധാനമന്ത്രി പദം നഷ്ടപ്പെട്ടതും സൈന്യം സംഭവ വികാസങ്ങളെ വളരെ ജാഗ്രതയോടെ ഉറ്റുനോക്കുന്നു എന്ന വൃത്താന്തമാണ്. വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കേരള കൗമുദി: BJP സംസ്ഥാന ഓഫീസും കോടിയേരിയുടെ വീടും ആക്രമിച്ചു, തലസ്ഥാനത്ത് യുദ്ധകാണ്ഡം. മലയാള മനോരമ: അഴിമതി കേസിൽ പാക് സുപ്രീം കോടതി അയോഗ്യനാക്കി, ഷെരീഫ് പുറത്ത്. മാതൃഭൂമി: ഷെരീഫ് പുറത്ത് എന്നത് തന്നെയാണ് മാതൃഭൂമിയുടെയും മുഖ്യ വാർത്ത. ദേശാഭിമാനി: കോടിയേരി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വീട് ആക്രമിച്ചു, തലസ്ഥാനത്ത് RSS കലാപം എന്നതാണ് മുഖ്യവാർത്താ തലവാചകം. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിൽ നിന്ന് മുഖം വികൃതമായപ്പോൾ ശ്രദ്ധ തിരിക്കാനാണ് BJPയുടെ ശ്രമം എന്നും ദേശാഭിമാനി ഹൈലൈറ്റായി പറയുന്നു. മാധ്യമം: പാനമ കേസ് സുപ്രീം കോടതി അയോഗ്യനാക്കി, നവാസ് ഷെരീഫ് പുറത്ത്. ദീപിക: പോർക്കളമായി തലസ്ഥാനം എന്നതാണ് ദീപികയുടെ മുഖ്യവാർത്താ വിഷയം. തിരുവനന്തപുരത്തെ വിറപ്പിച്ച് BJP CPM സംഘർഷം എന്ന് ഹൈലൈറ്റായും നൽകിയിട്ടുണ്ട്. മംഗളം: CPM BJP അഴിഞ്ഞാട്ടം, തലസ്ഥാനം യുദ്ധക്കളം. ദ ഹിന്ദു: പാകിസ്ഥാൻ സുപ്രീം കോർട്ട് റിമൂവ്സ് ഷെരീഫ് ഫ്രം ഓഫീസ്. ബ്രദർ ഷഹബാസ് ടു ബിക്കം നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ. ടൈം ലൈൻ സെറ്റ് ഫോർ ഡിസ്പോസൽ ഓഫ് കറപ്ഷൻ കേസസ്. 6 മാസത്തെ കാലാവധിയാണ് നൽകിയിട്ടുള്ളത് അഴിമതി കേസുകൾ അന്വേഷണം പൂർത്തിയാക്കാൻ. ദ ടൈംസ് ഓഫ് ഇന്ത്യ: സുപ്രീം കോർട്ട് സജസ്റ്റ് മെഡിക്കൽ ബോർഡ്സ് ടു ചെക്ക് അബോർഷൻ റിക്വസ്റ്റ്. അനാവശ്യമായിട്ടുള്ള കാലതാമസം ഒഴിവാക്കാനാണ് സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. ടൈം നീഡ് നോട്ട് ബി വേസ്റ്റഡ് മൂവിംഗ് കോർട്ട് എന്ന് സുപ്രീം കോടതി പറയുന്നു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്: പാക് സുപ്രീം കോർട്ട് ഇജക്ട്സ് ഷെരീഫ്. പ്രൈം മിനിസ്റ്റർ ഔസ്റ്റഡ് ഫോർ കറപ്ഷൻ. ബ്രദർ ഷഹബാസ് മൈറ്റ് റീപ്ലേസ് ഹിം എന്നിങ്ങനെ ഹൈലൈറ്റ് നൽകിയിരിക്കുന്നു. ഇനി വാർത്താ വിശദാംശങ്ങൾ നോക്കാം. തലസ്ഥാനത്തെ അഴിഞ്ഞാട്ടം തന്നെയാണ് മിക്കവാറും എല്ലാ പത്രങ്ങളുടെയും ഇന്നത്തെ പ്രധാന വാർത്ത. വിശദാംശങ്ങൾ, പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. CPM BJP പ്രവർത്തകർ അഴിഞ്ഞാടി, 20-ലേറെ വാഹനങ്ങളും നിരവധി വീടുകളും തകർത്തു, 3 ദിവസത്തേക്ക് നഗരത്തിൽ നിരോധനാജ്ഞ. പൊതുവെ ശാന്തമായ തലസ്ഥാനത്തെ ക്രമസമാധാനത്തെ പാടെ അട്ടിമറിച്ചുകൊണ്ട് CPM BJP പ്രവർത്തകർ രാത്രിയുടെ മറവിൽ നടത്തിയ അഴിഞ്ഞാട്ടവും അക്രമവും നഗരവാസികളെ ഭീതിയിൽ ആഴ്ത്തി. രാഷ്ട്രീയ സംഘർഷത്തിൽ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ വീടും ആക്രമിക്കപ്പെട്ടു. നിരവധി CPM നേതാക്കളുടെയും കൗൺസിലർമാരുടെയും BJP അനുഭാവികളുടെയും വീടുകൾ അടിച്ചു തകർത്തു. SFI സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബേറുണ്ടായി. 20-ലേറെ വാഹനങ്ങൾ തകർത്തു. നിരവധി പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. രാത്രിയിൽ CPM BJP പ്രവർത്തകർ അക്രമം തുടർന്നതോടെ തലസ്ഥാന നഗരത്തിൽ 3 ദിവസത്തേക്ക് പോലീസ് ആക്ട് പ്രകാരം നിരോധന ആജ്ഞ പ്രഖ്യാപിച്ചു എന്നിങ്ങനെ പോകുന്നു ആ വാർത്താ വിശദാംശങ്ങൾ. ഒപ്പം തകർന്ന ചില്ല് ജനാല കോടിയേരി പരിശോധിക്കുന്നതും തകർന്ന കാറ് കുമ്മനം രാജശേഖരൻ പരിശോധിക്കുന്നതുമെല്ലാം പടങ്ങളും ഒപ്പം നൽകിയിട്ടുണ്ട്. കോടിയേരിയുടെ വീടിന് നേരെ ആക്രമണം, BJP സംസ്ഥാന ഓഫീസ് ആക്രമിച്ചു എന്നിങ്ങനെ അനുബന്ധ വാർത്തകൾ നൽകിയിട്ടുണ്ട്. 4 പേരെ ഈ അക്രമങ്ങളുടെ പേരിൽ CPM സസ്പെൻഡ് ചെയ്ത വാർത്തയും പ്രത്യേകമായി നൽകിയിരിക്കുന്നു. ചിത്രയ്ക്ക് ഹൈക്കോടതിയുടെ പച്ചക്കൊടി എന്നതാണ് കേരളത്തിൽ 1-ാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള മറ്റൊരു വാർത്ത. ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുപ്പിക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടത്. ലണ്ടനിൽ ഓഗസ്റ്റ് 4 മുതൽ 13 വരെയാണ് ലോക അത്ലറ്റിക് മീറ്റ് നടക്കുന്നത്. അതിൻ്റെ ആദ്യ ദിവസം തന്നെയാണ് ചിത്ര മത്സരിക്കേണ്ട 1500 മീറ്ററിലുള്ള പ്രാഥമിക റൗണ്ട് മത്സരം നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോടതിയുടെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാം പിന്തുണ ഉണ്ടായാൽ തന്നെയും ചിത്രയ്ക്ക് ഇക്കുറി പങ്കെടുക്കാനാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ് ഇപ്പോഴും. 2000 രൂപയുടെ നോട്ട് പിൻവലിക്കും എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു നീക്കം ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പകരം 200 രൂപയുടെ നോട്ടുകൾ കൂടുതലായി അച്ചടിച്ച് എത്തിക്കും ചില്ലറക്ഷാമം പരിഹരിക്കാൻ എന്നും വാർത്തയിൽ പറയുന്നുണ്ട്. ഇനി പ്രധാന വാർത്താ പേജിലെ ഉള്ളടക്കങ്ങൾ നോക്കാം. ബീഹാറിൽ നിതീഷ് കുമാർ BJPയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി പദത്തിൽ വീണ്ടും അവരോധിക്കപ്പെട്ടത്
സംബന്ധിച്ചാണ് സുജിത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു കാർട്ടൂൺ കാലികം പേജിൽ കേരളകൗമുദി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, കൃഷ്ണദാസ് കേരളത്തിൽ കയറരുത് എന്ന് വീണ്ടും സുപ്രീം കോടതി ഉത്തരവായതാണ്. മുൻ ഉത്തരവിൽ ഭേദഗതി ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയാണ് ചെയ്തത്. നെഹ്റു ഗ്രൂപ്പ് ഓഫ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാനായ കൃഷ്ണദാസ് അർബുദ രോഗബാധിതയായ അമ്മയെ സന്ദർശിക്കാൻ അനുമതി നൽകണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ കോടതി അതിനെ അനുകൂലിച്ചില്ല. ജിഷ്ണു പ്രണോയ് കേസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലപാട് അറിയിക്കാൻ CBIക്ക് 4 ആഴ്ചത്തെ സാവകാശം കോടതി അനുവദിച്ചു. 4 ആഴ്ചത്തെ സാവകാശം കൂടി അനുവദിച്ചു. കാരണം നേരത്തെ 2 ആഴ്ചത്തെ സമയം നൽകിയിരുന്നെങ്കിലും അതിനകം പൂർത്തിയാക്കിയില്ല. സമയം നീട്ടി വേണം എന്ന് CBI ആവശ്യപ്പെടുകയായിരുന്നു. നെഹ്റു ഗ്രൂപ്പ് ലോ കോളേജിലെ വിദ്യാർത്ഥി ഷഹീർ ഷൗക്കത്തലിയെ മർദ്ദിച്ച കേസിൽ കൃഷ്ണദാസിൻ്റെയും ജിഷ്ണു കേസിൽ വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേലിൻ്റെയും ജാമ്യം റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. അതിലാണ് കോടതിയുടെ ഈ നിലപാട് വ്യക്തമാക്കപ്പെട്ടത്. മറ്റൊന്ന്, പേജിലെ മുഖ്യ വാർത്ത അന്യസംസ്ഥാന ലോട്ടറി വിറ്റാൽ പിടികൂടുമെന്നതാണ്. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ വീണ്ടും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഇക്കുറി അദ്ദേഹം മിസോറാം ലോട്ടറി വിൽക്കാനുള്ള ശ്രമത്തിലാണ്. അതും വളരെ കർശനമായി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അറിവോടുകൂടിയല്ലാതെ അന്യസംസ്ഥാന ലോട്ടറികൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായി തന്നെ നടപടിയെടുക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, കേരള ലോട്ടറിയുടെ അംഗീകൃത ഏജൻറ്റുമാർ അന്യസംസ്ഥാന ലോട്ടറി ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെടുത്താൽ അവരുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ധനമന്ത്രി നൽകിയിരിക്കുന്നു. മറ്റൊരു വാർത്ത ദിലീപിന് 6.5 ഏക്കർ അധിക സ്വത്ത് എന്നതാണ്. കാരണം ഈ ഭൂപരിഷ്കരണ നിയമം വന്നതിന് ശേഷം ഒരു അണുകുടുംബത്തിന് 15 ഏക്കർ ഭൂമി സ്വന്തമായി കൈവശം വയ്ക്കാനേ അധികാരമുള്ളൂ. എന്നാൽ ദിലീപിന് 5 ജില്ലകളിലായിട്ട് 21.67 ഏക്കർ ഭൂമിയുണ്ട്. അപ്പോൾ അധികം വരുന്ന 6.5 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തേക്കും എന്നതാണ് ആ വാർത്തയിൽ പറയുന്ന സൂചന. ഇനി നമുക്ക് മനോരമയിലെ വാർത്താ വിശദാംശങ്ങൾ നോക്കാം. അഴിമതി കേസിൽ പാക് സുപ്രീം കോടതി അയോഗ്യനാക്കി ഷെരീഫ് പുറത്ത്. മകൾ മറിയത്തിന് തിരഞ്ഞെടുപ്പ് വിലക്ക്. മറിയത്തിനെ തൻ്റെ പിൻഗാമിയായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ഷെരീഫ് ശ്രമിച്ചിരുന്നത്. അതിനും ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു സുപ്രീം കോടതി വിധിയിലൂടെ. 2 ആൺമക്കൾക്കെതിരെയും അന്വേഷണം. 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണം. വിശ്വസ്തനായ ധനമന്ത്രിയും പുറത്ത്. പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. പാനമ അഴിമതി കേസിൽ സുപ്രീം കോടതി അയോഗ്യനാക്കിയതിനെ തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് രാജിവെച്ചു. ഇത് 3ാം വട്ടമാണ് കാലാവധി തികയ്ക്കാതെ ഷെരീഫിന് പുറത്തു പോകേണ്ടി വരുന്നത്. അടുത്ത വർഷം പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പാകിസ്ഥാനിൽ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ച കോടതി വിധി. പിൻഗാമിയായി ഉയർത്തിക്കൊണ്ടുവന്ന ഷെരീഫിൻ്റെ മകൾ മറിയം ഷെരീഫ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിയ കോടതി ഷെരീഫിൻ്റെ വിശ്വസ്തനായ ധനമന്ത്രി ഇഷാഖ് ദറിനെയും ഷെരീഫിൻ്റെ മരുമകനും MP-യുമായ ക്യാപ്റ്റൻ മുഹമ്മദ് സഫ്ദറിനെയും അയോഗ്യരാക്കി. ഷെരീഫിനും 3 മക്കൾക്കുമെതിരായ അഴിമതി കേസിൽ അന്വേഷണം തുടരണം. 6 ആഴ്ചക്കകം കേസുകൾ രജിസ്റ്റർ ചെയ്യണം. വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണം എന്നിങ്ങനെയാണ് സുപ്രീം കോടതി വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. നവാസ് ഷെരീഫിൻ്റെ പിൻഗാമിയായി സഹോദരൻ ഷഹബാസ് ഷെരീഫിനെ അവരോധിക്കാനാണ് നീക്കമുള്ളത്. എന്നാൽ അതും പെട്ടെന്ന് സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് ജനകീയ സഭയിൽ പ്രാതിനിധ്യമില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തൻ്റെ പിൻഗാമിയായി സഹോദരനും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ഷഹബാസ് ഷെരീഫിനെ നവാസ് ഷെരീഫ് പ്രഖ്യാപിച്ചെങ്കിലും ദേശീയ അസംബ്ലി അംഗമല്ലാത്തതിനാൽ ഷഹബാസിന് ഉടൻ സ്ഥാനമേൽക്കാൻ ആവില്ല. പകരം ഇടക്കാല പ്രധാനമന്ത്രിയായി ഒരാളെ കണ്ടെത്തേണ്ടി വരും എന്നതാണ് പാകിസ്ഥാനിലെ സ്ഥിതിവിശേഷം. ഈ സംഭവ വികാസങ്ങളെല്ലാം സൈന്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇത്തരം രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന അവസരങ്ങളിൽ സൈന്യം തന്നെ നേരിട്ട് അധികാരം ഏറ്റെടുക്കുന്ന ചരിത്രവും പാകിസ്ഥാൻ്റേതാണ്. ഇനി നമുക്ക് പ്രധാന വാർത്താ പേജിൽ മനോരമ എന്ത് പറയുന്നു എന്ന് നോക്കാം. ദിലീപ് ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചു. 6.67 ഏക്കർ പിടിച്ചെടുക്കാൻ ആലോചന എന്നതാണ് പേജിലെ മുഖ്യ വാർത്ത. കത്തെഴുതാൻ സഹായിച്ചത് പൾസർ സുനി എന്ന സുനിൽകുമാറിന് ജയിലിൽ വെച്ച് ദിലീപിന് കത്തെഴുതാൻ സഹായിച്ച വിപിൻ കസ്റ്റഡിയിൽ എന്നതാണ് മറ്റൊരു വാർത്ത. അപ്പുണ്ണിക്ക്, അതായത് ദിലീപിൻ്റെ സെക്രട്ടറിയും ഡ്രൈവറും ഉറ്റ അനുയായിയും അല്ലെങ്കിൽ സഹായിയുമെല്ലാമായ അപ്പുണ്ണിക്ക് ജാമ്യമില്ല. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഹൈക്കോടതി വിധിച്ചതാണ് മറ്റൊരു വാർത്ത. ദിലീപിൻ്റെ ഇടുക്കിയിലെ ഭൂമി റവന്യൂ വിഭാഗം പരിശോധിച്ചാണ് മറ്റൊരു വാർത്ത. PC ജോർജിനെ, ഈ ദിലീപുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദിലീപിനെ അനുകൂലിച്ച് സംസാരിച്ച PC ജോർജിനെ
ചോദ്യം ചെയ്യാൻ പോലീസ് അന്വേഷണ സംഘം വിളിപ്പിച്ചിരുന്നു. അദ്ദേഹം ഇതുവരെ ഹാജരായിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒളിച്ചോടുകയാണ് ഇതിൽ നിന്ന് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായ പ്രചാരണമുണ്ടായി. അത് രോഷാകുലനായ പി സി ജോർജ് നിരസിച്ചു, നിഷേധിച്ചു. അദ്ദേഹം പറയുന്നത് ഒളിച്ചോടിയിട്ടില്ല, നിയമസഭാ കമ്മിറ്റിയുടെ പഠന യാത്രയിലാണ് താൻ എന്നാണ് പി സി ജോർജ് പറയുന്നത്. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി എന്നതാണ് മറ്റൊരു വിവരം. തലസ്ഥാന ജില്ല വ്യാഴാഴ്ച രാത്രി അനുഭവിച്ച അക്രമ സംഭവങ്ങൾ, അതാണ് കേരളകൗമുദി മുഖപ്രസംഗത്തിന് വിഷയമാക്കിയിരിക്കുന്നത്. സ്വൈര ജീവിതം തകർക്കരുത്. അക്രമം ആര് നടത്തിയാലും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അത് നേരിടുന്നതിലാണ് സർക്കാരിൻ്റെ മിടുക്കും പ്രതിബദ്ധതയും കുടികൊള്ളുന്നത്. തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വ്യാപകമായ അക്രമങ്ങൾക്ക് യാതൊരു സാധൂകരണവുമില്ല. CPM BJP പ്രവർത്തകർ പരസ്പരം അഴിച്ചുവിട്ട അക്രമ പേക്കൂത്തുകൾ സത്വരമായി തടയുന്നതിൽ പോലീസിനും വീഴ്ച പറ്റി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഭരണ സ്ഥിരാകേന്ദ്രത്തിന് മൂക്കിന് താഴെ നിരവധി കേന്ദ്രങ്ങളിൽ അഴിഞ്ഞാടാൻ അക്രമികളെ അനുവദിച്ചപ്പോൾ തകർന്നത് ക്രമസമാധാനം മാത്രമല്ല, നഗരവാസികളുടെ സ്വൈരജീവിതം കൂടിയാണ്. ഇത്തരത്തിലുള്ള ഭ്രാന്തമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ തലസ്ഥാന നഗരിക്ക് ഏറെ അപരിചിതവുമാണ്. അണികളെ നിലയ്ക്ക് നിർത്താൻ ചുമതലപ്പെട്ട പാർട്ടി നേതൃത്വങ്ങൾ ഇനിയെങ്കിലും സംഘർഷം ഇല്ലാതാക്കാൻ രംഗത്ത് വരണം എന്ന് പറയുന്ന മുഖപ്രസംഗത്തിൽ തുടർന്ന് ഇങ്ങനെ പറയുന്നു. 1 ഡസനോളം വീടുകൾക്ക് നേരെയാണ് വ്യാഴാഴ്ച രാത്രി മാത്രം ആക്രമണം നടന്നത്. 7 നഗരസഭാ കൗൺസിലർമാരുടെ വീടുകൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചുവെന്നതിൽ നിന്ന് തന്നെ യാദൃച്ഛികമല്ല കാര്യങ്ങൾ എന്ന് വരുന്നു. പോലീസ് കാവലുണ്ടായിട്ടും BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടു. പാർട്ടി അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ്റെ കാറിന് നേരെയും ആക്രമണമുണ്ടായി. കൂടുതൽ പോലീസുകാർ എത്തിയ ശേഷമാണ് ആക്രമികൾ പിരിഞ്ഞുപോയത്. CPM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായതിനും ന്യായീകരണം ഇല്ല. പിന്നെ മനോരമയുടെ മുഖപ്രസംഗത്തിൽ എന്ത് പറയുന്നു നോക്കാം. പാകിസ്ഥാനിലെ രാഷ്ട്രീയ ഭൂകമ്പമാണ് വിഷയം. ഷരീഫിനെ അയോഗ്യനാക്കുന്ന വിധി നൽകുന്ന മുന്നറിയിപ്പ്. ഷരീഫിനും കുടുംബാംഗങ്ങൾക്കുമെതിരായ പാനമ അഴിമതി കേസ് വിധിക്കായി ഇന്നലെ ലോകം മുഴുവൻ കാതോർക്കുകയായിരുന്നു. പാനമ രേഖകളുടെ ഭൂകമ്പത്തിൽ ആദ്യം കടപുഴകുന്ന വൻ വൃക്ഷമാണ് നവാസ് ഷെരീഫ്. ഐസ്ലാൻഡ് പ്രധാനമന്ത്രിയും ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ വർഷം രാജിവെച്ചിരുന്നു. ഷെരീഫിനു പുറമെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവർ ഉൾപ്പെടെ 1 ഡസനോളം രാഷ്ട്രത്തലവന്മാരും 70ഓളം രാജ്യങ്ങളിലെ 128 ഉന്നത രാഷ്ട്രീയ നേതാക്കളും ലോകമെമ്പാടുമുള്ള 100 കണക്കിന് കോടീശ്വരന്മാരും ആരോപണങ്ങളുടെ നിഴലിൽ ആയിരുന്നു. പാനമ ആസ്ഥാനമായുള്ള സ്ഥാപനം മുഖേന ഇവരിൽ പലരും നടത്തിയ അനധികൃത നിക്ഷേപത്തിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ വർഷം പുറത്തു വന്നപ്പോൾ തന്നെ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. മാതൃരാജ്യത്തെ നികുതി നിയമങ്ങൾ ലംഘിച്ചും അനധികൃതമായും സമ്പാദിക്കുന്ന പണമാണ് തെക്ക് വടക്ക് അമേരിക്കകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പാനമ ആസ്ഥാനമായുള്ള ബാങ്കുകളിലും സ്ഥാപനങ്ങളിലും നിക്ഷേപമായി ഒഴുകിയെത്തുന്നത്. ഇതിനായി പേരിന് മാത്രം പ്രവർത്തിക്കുന്ന കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നു. കള്ളപ്പണ നിക്ഷേപകരിൽ 500ഓളം ഇന്ത്യക്കാരുമുണ്ട്. അന്വേഷണാത്മക പത്രപ്രവർത്തകരുടെ രാജ്യാന്തര കൂട്ടായ്മയായ ഇൻ്റർനാഷണൽ കൺസോർഷ്യം ഓൺ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം 8 മാസത്തിലേറെ നീണ്ട ഗവേഷണങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം പുറത്തുവിട്ട വിവരങ്ങളാണ് ഇവ എന്നിങ്ങനെ പോകുന്നു മുഖപ്രസംഗം. അതിൽ തന്നെ ഇത് എല്ലാ രാജ്യങ്ങളിലുമുള്ള ഈ അധികാര ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്കെല്ലാമുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു. ഇനി മാതൃഭൂമിയുടെ മുഖപ്രസംഗം നോക്കാം. പാലക്കാട് കോച്ച് ഫാക്ടറി കൈവിടരുത്. തറക്കല്ലിട്ടിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അതേസമയം മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതിനു മുമ്പ് തന്നെ കാര്യങ്ങൾ ദ്രുതഗതിയിൽ നീങ്ങുന്ന അനുഭവമുണ്ട്. ഇതാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിന് വിഷയം. കേരളത്തിൻ്റെ വികസന രംഗത്ത് പ്രതീക്ഷയേകി 2012 ഫെബ്രുവരി 21 പാലക്കാട് തറക്കല്ലിട്ട റെയിൽവേ കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാവുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പുമില്ല. കേരളത്തിലെ പദ്ധതികൾ മുടങ്ങുന്നതിന് പറഞ്ഞു വരുന്ന സ്ഥലം ഏറ്റെടുക്കൽ തടസ്സം എന്ന പതിവ് പല്ലവി കോച്ച് ഫാക്ടറി കാര്യത്തിൽ ഉണ്ടായില്ല. റെയിൽവേ ആവശ്യപ്പെട്ടതിലും കൂടുതൽ ഭൂമി കേരളം കണ്ടെത്തി, കൃത്യസമയത്ത് കൈമാറുകയും ചെയ്തു. വിഷയത്തിൽ സംസ്ഥാനത്തിനെതിരെ പറയാൻ ഒരു പരാതിയും ഇല്ലാതായതോടെ കേന്ദ്രം ഒളിച്ചുകളി തുടങ്ങി. തറക്കല്ലിട്ട UPA സർക്കാരും പിന്നീട് വന്ന NDA സർക്കാരും കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ കാര്യമായ ഒരു നടപടിയും എടുത്തില്ല. കേരളത്തോടുള്ള അവഗണന രാഷ്ട്രീയ കാരണങ്ങളാലാണ് എന്നാണ് ഇടത് വലത് മുന്നണികൾ ആരോപിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ BJPക്ക് ആവാത്തത് പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ കേന്ദ്രം കൃത്യമായ ഒരു നിലപാട് ഇതുവരെയും വ്യക്തമാക്കാത്തതുകൊണ്ടാണ്.
കേരളത്തിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നതിന് സമാനമായി BJP ഭരിക്കുന്ന ഹരിയാനയിൽ ഒരു കോച്ച് ഫാക്ടറി തുടങ്ങാൻ ഇപ്പോൾ നടപടി തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്രം ഇതിന് അനുകൂല നിലപാടെടുത്തിട്ടുമുണ്ട്. ഇതോടെയാണ് പാലക്കാട്ടെ കോച്ച് ഫാക്ടറി നഷ്ടപ്പെടും എന്ന ആശങ്ക ഏറിയത് എന്ന് പറയുന്ന മുഖപ്രസംഗത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലേ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി സമയബന്ധിതമായി പാലക്കാട് കോച്ച് ഫാക്ടറി പൂർത്തിയാക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്നാണ് താല്പര്യപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ മുൻപ് റെയിൽവേ സഹമന്ത്രി ആയിരുന്ന ഒ രാജഗോപാൽ ഇപ്പോൾ സംസ്ഥാന നിയമസഭയിലുണ്ട്. അദ്ദേഹത്തിൻ്റെയും സഹായ സഹകരണം ഉറപ്പാക്കി കൂട്ടായ യത്നമാണ് ഇക്കാര്യത്തിൽ വേണ്ടത് എന്ന് മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകൾ നോക്കാം. വികസന പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണത്തിനായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ കപ്പൽ നിർമ്മാണശാലയായ കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ ഓഹരികൾ വിറ്റഴിക്കാനാണ് കേന്ദ്ര തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് കൊച്ചി കപ്പൽശാല ചെയർമാൻ ആയ മധു എസ് നായർ ഇന്നലെ പത്രസമ്മേളനം നടത്തിയിരുന്നു. അതാണ് വാണിജ്യം പേജിൽ ഇന്ന് മിക്കവാറും എല്ലാ പത്രങ്ങളും തന്നെ മുഖ്യ വാർത്തയാക്കിയിരിക്കുന്നത്. കേരള കൗമുദി വരുന്നു 3100 കോടിയുടെ വികസനം എന്ന തലക്കെട്ടിലാണ് ഈ വിശേഷങ്ങൾ നൽകിയിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി വിൽപ്പന ആഗസ്റ്റ് 1 മുതൽ. അനുബന്ധമായി തന്നെ കൊച്ചി കപ്പൽശാലയുടെ ചരിത്രവും പറഞ്ഞിരിക്കുന്നു. സ്ഥാപിച്ചത് 1969. ഇന്ത്യയിൽ പ്രതിരോധ മേഖലയിൽ പ്രവർത്തനം, ആഗോള മേഖലയിൽ വാണിജ്യ മേഖലയിൽ സേവനം. 2 ഡോക്കുകളാണുള്ളത്. കപ്പൽ നിർമ്മാണത്തിന് ഷിപ്പ് ബിൽഡിംഗ് ഡോക്ക്, അറ്റകുറ്റപ്പണിക്ക് ഷിപ്പ് റിപ്പയർ ഡോക്ക്, നേവിയുടെ വിമാനവാഹിനി കപ്പൽ നിർമ്മാണത്തിൽ എന്നിങ്ങനെ പോകുന്നു വിശേഷങ്ങൾ. മറ്റൊരു വാർത്ത ശ്രദ്ധേയമായിട്ടുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ പുസ്തക വിൽപ്പന സംരംഭമായ ആമസോണിൻ്റെ സ്ഥാപകൻ ആയ ജെഫ് ബെസോൺ ലോകത്തിലെ അതിസമ്പന്നൻ എന്ന സ്ഥാനം എന്ന പട്ടം കൂടി നേടിയെടുത്തിരിക്കുന്നു എന്നതാണ്. പരീക്ഷണ വഴികളിലൂടെ ജെഫ് ബെസോൺ അതിസമ്പന്നനായി. ഓരോ വർഷവും നടത്തുന്ന പരീക്ഷണങ്ങൾ ഇരട്ടിയാക്കുക, നിങ്ങളുടെ നേട്ടങ്ങളും ഇരട്ടിയാകും. 6 ലക്ഷം കോടി രൂപയുടെ സമ്പത്തുമായി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയ ജെഫ് ബെസോണിൻ്റെ വാക്കുകൾ ആണിത്. ന്യൂയോർക്ക് ഹെഡ്ജ് ഫണ്ടിലെ കനത്ത ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് ബുക്ക് വിൽപ്പന ബിസിനസ്സിലേക്ക് തിരിഞ്ഞ ബെസോണിൻ്റെ ജീവിതം ഈ വാക്കുകൾക്ക് അടിവരയിടുന്നു. 2013 മുതൽ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന പദവി കൈയടക്കി വെച്ചിരുന്ന ബിൽ ഗേറ്റ്സിനെ പിന്തള്ളിയാണ് ബെസോണിൻ്റെ നേട്ടം. കമ്പനിയുടെ 17% ഓഹരികളാണ് ഇദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ മറ്റ് സംരംഭങ്ങളെക്കുറിച്ചും വാർത്തയിൽ സൂചനയുണ്ട്. അതിങ്ങനെയൊക്കെയാണ്. ആമസോണിനെ കൂടാതെ ബ്ലൂ ഒറിജിൻ എന്ന റോക്കറ്റ് ബിസിനസ്സും വാഷിംഗ്ടൺ പോസ്റ്റ് പത്രവും അദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. ഈ വർഷം ആദ്യം വാഷിംഗ്ടൺ DC-യിലെ പുരാതനമായ ടെക്സ്റ്റൈൽ മ്യൂസിയം $2.3 കോടി അദ്ദേഹം വാങ്ങി എന്നിങ്ങനെ പോകുന്നു ഈ പരിശ്രമശാലിയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇന്നത്തെ മനോരമയിലെ സാമ്പത്തിക വിശേഷങ്ങൾ നോക്കാം. കൊച്ചി കപ്പൽശാല പദ്ധതികൾ 30 മാസത്തിനുള്ളിൽ പൂർത്തിയാകും എന്ന് കപ്പൽശാല ചെയർമാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് പ്രധാന വാർത്ത. അതിന് അനുബന്ധമായിട്ട് വായ്പയേക്കാൾ മികച്ചത് ഓഹരി വിൽപ്പന എന്ന് മധു എസ് നായർ അഭിപ്രായപ്പെട്ടതും നൽകിയിരിക്കുന്നു. അതിലിങ്ങനെ പറയുന്നു: 2800 കോടി രൂപയുടെ വികസന പദ്ധതികൾ വായ്പ എടുത്ത് നടപ്പാക്കുന്നത് ഉചിതമാകില്ല എന്ന ബോധ്യമാണ് ഓഹരി വിപണിയെ സമീപിക്കാൻ കാരണമായത് എന്ന് കപ്പൽശാല ചെയർമാൻ മധു എസ് നായർ. കടബാധ്യതയുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് നയം. ഓഹരി വിൽപ്പന സംബന്ധിച്ച ആശങ്കകൾ ട്രേഡ് യൂണിയനുകൾ അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധിക്കാനുള്ള അവരുടെ ജനാധിപത്യപരമായ അവകാശത്തെ മാനിച്ച് മുന്നോട്ട് പോകും. എല്ലാ തലത്തിലും ഉള്ള ജീവനക്കാരുടെ അർപ്പണ ബോധമാണ് കൊച്ചി കപ്പൽശാലയുടെ പുരോഗതിക്ക് പിന്നിൽ എന്നും ചെയർമാൻ പറഞ്ഞു എന്നിങ്ങനെ പോകുന്നു ആ വാർത്ത. മറ്റൊന്ന്, ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് EPF പെൻഷനുള്ള യോഗ്യതയ്ക്കുള്ള മാനദണ്ഡം 10 വർഷത്തെ സേവനം എന്ന വ്യവസ്ഥ, ആ വ്യവസ്ഥ പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി ബന്ദാരു ദത്താത്രേയ പ്രഖ്യാപിച്ചതാണ്. ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാണിജ്യ വിശേഷം നോക്കാം. കൊച്ചി കപ്പൽശാല വൻ വികസന കുതിപ്പിലേക്ക് എന്നതിനൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു വാർത്തയും മാതൃഭൂമി ഇന്ന് വാണിജ്യം പേജിൽ നൽകിയിരിക്കുന്നു. നീതി ഗ്യാസ് ഇനി വീടുകളിലേക്കില്ല, വാണിജ്യ ഉത്പാദനത്തിന് ഒരുങ്ങി കൺസ്യൂമർ ഫെഡ്. ഇത് സബ്സിഡി ഇല്ലാത്ത ഗ്യാസ് ആയതുകൊണ്ട് തന്നെയും പാചക ആവശ്യങ്ങൾക്ക് വീടുകളിൽ വാങ്ങിക്കുന്ന പതിവ് വളരെ അപൂർവമാണിപ്പോഴും. വില കൂടുതൽ തന്നെ, കാരണം 800 രൂപയാണ് ഒരു സിലിണ്ടറിന് ഇപ്പോൾ വില. ഈ സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾ കൈവിടുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായും തന്നെ വാണിജ്യ ഉൽപ്പാദനത്തിന് ഒരുങ്ങുകയാണ് കൺസ്യൂമർ ഫെഡ് എന്നതാണ് വാർത്ത. കൊച്ചിയിൽ നിന്ന് KP പ്രവിതയുടെ റിപ്പോർട്ടാണ്.
കൺസ്യൂമർ ഫെഡിൻ്റെ കീഴിലുള്ള നീതി പാചകവാതക സിലിണ്ടറുകൾ ഇനി വീട്ടാവശ്യത്തിന് ലഭിക്കില്ല. ഗാർഹിക ഉത്പാദനം നിർത്തി നീതി ഗ്യാസ് വാണിജ്യ ആവശ്യത്തിനായി ഉപയോഗിക്കാനാണ് കൺസ്യൂമർ ഫെഡിൻ്റെ തീരുമാനം. വിലക്കൂടുതൽ മൂലം നീതിക്ക് ഉപഭോക്താക്കളുടെ എണ്ണം കുറഞ്ഞതാണ് ഇതിന് കാരണം. 1998 കൺസ്യൂമർ ഫെഡ് നീതി ബ്രാൻഡിൽ പാചകവാതകം അവതരിപ്പിച്ചത്. സബ്സിഡി ഇല്ലാത്തതിനാൽ വിപണിയിലെ മറ്റ് കമ്പനികളുടെ സിലിണ്ടറിനേക്കാൾ കൂടിയ നിരക്കിലാണ് നീതി വിറ്റഴിക്കുന്നത്. 800 രൂപയാണ് 12 കിലോയുള്ള ഒരു സിലിണ്ടറിന് വില. ഗാർഹിക ഉപഭോക്താക്കൾക്കിടയിൽ നീതിക്ക് ആവശ്യക്കാർ കുറവാണ്. നിലവിൽ 27,000 ഉപഭോക്താക്കൾ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പോകുന്ന വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇന്നത്തെ സ്പോർട്സ് വാർത്തകൾ നോക്കാം. ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ 1500 മീറ്ററിൽ സ്വർണം നേടി രാജ്യത്തിൻ്റെ അഭിമാനഭാജനമായ PU ചിത്ര എന്ന ചുണക്കുട്ടിക്ക് നീതികേടിൻ്റെ ദുരനുഭവം ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനിൽ നിന്നും കായിക മേഖലയിലെ PT ഉഷ ഉൾപ്പെടെയുള്ള വമ്പന്മാരിൽ നിന്നും ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം തന്നെ. കളിക്കളം പേജിൽ മാത്രമല്ല മറ്റ് പൊതു പേജുകളിലെല്ലാം മാധ്യമങ്ങളിൽ ഈ വിഷയം നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നലെ ഹൈക്കോടതി ചിത്രയുടെ തുണയ്ക്കെത്തിയിരുന്നു. എന്നാൽ ചിത്രയ്ക്ക് ഇക്കുറി മത്സരിക്കാനാകുമോ, അതിനുള്ള സാവകാശം ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നു. കോടതി തുണച്ചു, ഇനി ഫെഡറേഷൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ എന്ന് അനീതിക്കെതിരെ നീതിപീഠത്തിൻ്റെ ചാട്ടവാർ എന്ന ഹൈലൈറ്റോടുകൂടി കേരളമോദി കളിക്കളം പേജിൽ മുഖ്യ വാർത്തയാക്കിയിരിക്കുന്നു. അതിലിങ്ങനെ പറയുന്നു: ചിത്രയെ ഇനി ടീമിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ലോക ഫെഡറേഷന് ഇന്ത്യൻ ഫെഡറേഷൻ്റെ പ്രത്യേക അപേക്ഷ നൽകണം. ആദ്യം ചിത്രയെ ഒഴിവാക്കിയതിന് കൃത്യമായി മറുപടി നൽകിയെങ്കിൽ മാത്രമേ അപ്പീൽ അനുവദിക്കുകയുള്ളൂ. അപ്പീൽ നൽകാൻ AFI തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഓഗസ്റ്റ് 4 ലണ്ടനിൽ ലോക ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത്. അന്ന് തന്നെയാണ് വനിതകളുടെ 1500 മീറ്ററിൽ ആദ്യ റൗണ്ട് മത്സരം. 10 സെക്കൻഡിൻ്റെ പേരിൽ ചിത്രയെ ഒഴിവാക്കിയവർ മറ്റുള്ളവരുടെ പോരായ്മ കണ്ടില്ലെന്ന് നടിച്ചുവെന്ന് ഹൈക്കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചു. കാരണം 2-3 മീറ്ററിൻ്റെ വ്യത്യാസം വന്നവർ തന്നെ ടീമിൽ കയറി കൂടുകയും ചിത്രയെപ്പോലുള്ള ഒരു മിടുക്കി കുട്ടിയെ, അല്ലെങ്കിൽ വളരെ ദുർബല വിഭാഗത്തിൽ നിന്ന്, വളരെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്നതിന് പകരം മുളയിലെ തന്നെ അവളുടെ ആ ഒരു ആവേശമെല്ലാം തല്ലിക്കെടുത്തുന്ന നിലപാട് അതൊട്ടും ആശ്വാസമല്ല എന്ന് കോടതി രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചും മറ്റുമാണ് അനുബന്ധ വാർത്തയായി കൊച്ചിയിൽ നിന്ന് അഭിലാഷിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ചിത്രയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പൊതുസമൂഹത്തിന് ഒപ്പം തന്നെ നമുക്കും വൈകാരികമായി തന്നെ ആ ഒരു പ്രാർത്ഥനയിൽ പങ്കുചേരാം. കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു.